ഹായ് ഗൈസ്, എല്ലാവർക്കും DIY വിത്ത് ആഷിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. 2 ആഴ്ച മുമ്പ് ഞാൻ ഈ ബുക്കിൻ്റെ ഇടയിൽ കുറച്ച് പൂക്കൾ ഇലകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പൂക്കളൊക്കെ നന്നായിട്ട് പ്രസ്സായിട്ടുണ്ട്. ഞാൻ ഈ ബുക്കിൻ്റെ മുകളിലായിട്ട് വെയിറ്റ് കിട്ടാനായിട്ട് വേറെ കുറേ ബുക്കുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂക്കൾ ഇങ്ങനെ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പൂക്കൾ പ്രസ്സാവുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ബുക്കിലായിട്ട് ബുക്ക് നാശാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ വേറെയും കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് നോക്കാം. ഇത് ജമന്തിയാണ് കേട്ടോ. പിന്നെ ആ ലീഫ് പേരയുടെ ലീഫാണ്. ഇത് ഗ്ലാസ് പെയിൻ്റൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷീറ്റാണ്. ഇങ്ങനത്തെ 2 ഷീറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ മേടിക്കാൻ കിട്ടുന്ന കടയിൽ നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. 5 രൂപ എന്ത് വിലയുള്ളൂ. പിന്നെ തൊട്ടാൻ പാകത്തിനുള്ള ഗ്ലൂ ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ പൂക്കൾ ഓരോന്നായിട്ട് എടുക്കുക. അതിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഷീറ്റിൽ നമ്മുടെ ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെ ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ഷീറ്റിൻ്റെ 4 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഷീറ്റും കൂടി ഇതുപോലത്തെ എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ 4 സൈഡും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് ഫ്രെയിം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഷീറ്റിന് എത്രയാണോ നീളവും വീതിയും അതിനേക്കാളും 2 സെൻറ്റിമീറ്റർ നീളവും വീതിയും കൂടുതലുള്ള ഒരു കാർഡ്ബോർഡ്സിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. 2 പീസ് നമുക്ക് ഇങ്ങനത്തെ ആവശ്യമുണ്ട്. എന്നിട്ട് ഫ്രെയിമിൻ്റെ വീതി എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്റർ ആണ്. 2.5 സെൻറ്റിമീറ്റർ വീതി എടുത്തിട്ട് ഉള്ളിലത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പേപ്പർ റോൾസ് ആവശ്യമുണ്ട്. ന്യൂസ് പേപ്പറിൻ്റെ പേപ്പേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ മാഗസീൻ്റെ പേപ്പേഴ്സ് എടുക്കാം. നല്ല നീളത്തിലുള്ള പേപ്പർ റോൾസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈർക്കിലും അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഈ പേപ്പർ നമ്മൾ റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഈർക്കിലുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റുക. ലാസ്റ്റ് വരുന്ന ഭാഗം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനത്തെ കുറച്ച് പേപ്പർ റോൾസ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്രെയിമിൽ പേപ്പർ റോൾസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഫ്രെയിമിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് ആദ്യം ഒട്ടിച്ചു കൊടുക്കുക, പിന്നെ അതിനുശേഷം ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൽ നമ്മൾ ചുറ്റും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, പൂക്കൾ ഒട്ടിച്ച് വെച്ചിട്ടില്ലേ, ആ ഷീറ്റ് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്രെയിമും കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 ഫ്രെയിമിൻ്റെ ഇടയിൽ നമ്മളുടെ ആ പൂക്കളുടെ ഷീറ്റ് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ കോർണർ സൈഡാണ്. കോർണറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തിട്ട് വേണം ഓരോരോ പേപ്പർ റോൾസ് ഒട്ടിക്കാനായിട്ട്. ഇനി ഞാനിതിന് ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുകയാണ്. ഉള്ളിലത്തെ 1-2 പേപ്പർ റോൾസ് മാത്രം ബ്ലൂ കൊടുക്കുകയാണ്, ബാക്കിയുള്ളതെല്ലാം ബ്ലാക്ക് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടപ്രകാരം ബ്ലാക്ക്, ബ്രൗൺ അല്ലെങ്കിൽ വൈറ്റ് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിവിടെ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കൊടുക്കുകയാണ്. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഈ കോർണറിൻ്റെ സൈഡ് ഓരോ പേപ്പർ റോൾസും കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന സമയത്ത് ചെരിച്ച് കട്ട് ചെയ്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ഇതാ കണ്ടില്ലേ, എൻ്റെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ചുവരിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കധികം ചിലവൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.